വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഏകദേശം ഉച്ചയ്ക്ക് 2:45 കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമല്ല. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. ഒരു പാത്രത്തിലേക്ക് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലുതായതുകൊണ്ട് ഒന്നും പിന്നെ ഒന്നിൻ്റെ ഒരു 1/4 ഭാഗം കൂടിയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതാണെങ്കിൽ ഏകദേശം ഒരു 3 എണ്ണം വരെ എടുക്കുക. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പം മിക്സിൻ്റെ ജാറിലിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് അരച്ചെടുക്കാനൊന്നും പാടില്ല. ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഒരു പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ട് മിക്സിൻ്റെ ജാറിൽ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒന്ന് മിക്സായി കിട്ടും. എന്നിട്ട് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാര മുഴുവനായിട്ട് അതിലേക്ക് മെൽറ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. അതിനുവേണ്ടി 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബേക്കിംഗ് സോഡ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പക്കാരുണ്ടല്ലോ അത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൽ കട്ടകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മുട്ടയൊക്കെ ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഫോൾഡ് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു പരന്ന പാത്രത്തിലല്ലാതെ കുറച്ച് കുഴിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കേക്ക് കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ കിട്ടും. ഇനിയിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാത്രം എന്തെങ്കിലും ഉണ്ടാവില്ലേ, അത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അടപ്പിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാവില്ലേ, ആ ഒരു ഹോള് എന്തെങ്കിലും ഒരു ചെറിയ കടലാസം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടും ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് വെച്ച് കൊടുക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്, ഒരു പഴയ പാത്രത്തിൻ്റെ മുകളിൽ. ആ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നമ്മളെ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ബനാന ബ്രെഡ് എന്നൊക്കെ പറയും. അപ്പോൾ ദാ നിങ്ങൾ കണ്ടില്ലേ, ഓവനൊന്നും ഇല്ലാതെ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇതുപോലെ നമുക്ക് കുട്ടികളൊക്കെ വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, ഇനിയിപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് മാവ് എടുക്കുക കേട്ടോ. എന്നിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം അതേപോലത്തെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന. ആ ഒരു കേക്കിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് കിട്ടുന്നത്. ഇത് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടി എനിക്ക് ഏകദേശം 30 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്റർ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. 180 ഡിഗ്രിയിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബനാന ബ്രെഡ് റെഡിയാവും. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ എടുത്തതിൽ 3/4 കപ്പ് മൈദ എടുത്തിട്ട് 1/4 കപ്പ്
കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഓവനിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവും. പക്ഷേ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായതുകൊണ്ടാണ് മുകൾ ഭാഗം ബ്രൗൺ കളർ ആവാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ അവർക്കൊരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ തിളച്ച സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കുറച്ച് ഓയിലും, ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലുള്ള വെള്ളമൊന്നും അല്ല കേട്ടോ, നമ്മളെ നോർമൽ വാട്ടറാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളൊരു ചെറിയൊരു തവി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കോഴിമുട്ട ചേർക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജും കുറച്ച് ഉള്ളിയാണ് കേട്ടോ, വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ആ ഒരു ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കവും ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് ചേർക്കുന്ന സോയ സോസ് ഉണ്ട്, അതിലൊക്കെ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇത്രയും ഒന്ന് വഴന്നാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1.5 ടീസ്പൂണ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് ടൊമാറ്റോ സോസും സോയ സോസും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോയ സോസിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നോക്കിയപ്പം ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്. അതിന് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും പിന്നെ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു 2 കയ്യിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പുറത്ത് പോയിട്ട് അജിനാമോട്ടോയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഈ ഒരു നൂഡിൽസ് വാങ്ങിക്കൊടുത്ത് വയറ് കേടാക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റൂലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആപ്പും തമ്മിയൊക്കെ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ അവർ വന്നതിന് ശേഷം ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് അവർ നൂഡിൽസ് കഴിക്കലാണ്. അപ്പോൾ നൂഡിൽസ് ഉള്ളതുകൊണ്ട് തന്നെ ബനാന കേക്ക് പിന്നെയാണ് കേട്ടോ അവർ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബനാന കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. തമിയ അപ്പോൾ മദ്രസിലേക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷം ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളും അവർ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കലാണ് കേട്ടോ. അവർ മദ്രസിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴും മഴ തുടങ്ങി കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.